ഇത് തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന ഇറ്റാലിയൻ ബ്രാഹ്മണന്റെ കഥയാണ്. 1600കളിൽ മധുരയിലും പരിസരത്തും പ്രത്യക്ഷപ്പെട്ട കാവ്യവസ്ത്രമണിഞ്ഞ ഈ വെള്ളക്കാരൻ ബ്രാഹ്മണർ മാത്രം വിളമ്പുന്ന ഭക്ഷണം കഴിക്കുകയും വേദവും സംസ്കൃതവും സ്വായത്തമാക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഇദ്ദേഹം സെന്തമംഗലത്തെ പ്രഭു രാമചന്ദ്ര നായകന്റെ ആരാധനാ പുരുഷനുമായിരുന്നു. വെള്ളക്കാരനായ ബ്രാഹ്മണൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഇറ്റലിയിൽ ജനിച്ച റോബർട്ടോ ഡി നോബലി എന്ന ഇറ്റാലിയൻ ജെസൂട്ട് പാതിരിയായിരുന്നു. പോർച്ചുഗീസുകാരുടെ കാലത്ത് ഇന്ത്യയിലെത്തിയ ഇദ്ദേഹത്തിൻ്റെയും ലക്ഷ്യം ഒരു മതപ്രചാരകനെന്ന നിലയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുക എന്നതായിരുന്നു. പക്ഷെ ഇദ്ദേഹം നോട്ടമിട്ടത് വരേണ്യവർഗത്തെയായിരുന്നു. അതിനായിരുന്നു ഈ കാവ്യവസ്ത്രവും മറ്റും. നഷ്ടപ്പെട്ടു പോയ വേദം എന്ന രീതിയിലാണ് ബ്രാഹ്മണരിൽ അദ്ദേഹം ബൈബിൾ പ്രചരിപ്പിച്ചത്. പക്ഷേ ഇത് വിജയമായിരുന്നു. സെന്തമംഗലത്തെ രാമചന്ദ്ര നായകന്റെ അനുജനും പല ബ്രാഹ്മണരും മതപരിവർത്തനത്തിന് തയ്യാറായി. 1656 അദ്ദേഹത്തിൻ്റെ അവസാന കാലമായപ്പോഴേക്കും മധുര മിഷന് 4000-ഓളം പേരെ മതപരിവർത്തനം നടത്താനുമായി.